Hello everyone, welcome back to Mary Street. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഈസി വെജിറ്റേറിയൻ ലഞ്ച് മെനു ആണ്. അതായത് ഒന്നുമില്ല, കുറച്ച് ലെമൺ റൈസും അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ഉരുളക്കിഴങ്ങ്, നല്ല മെഴുക്കുവരട്ടി പോലെ. അപ്പോൾ നമുക്ക് ഈ എളുപ്പത്തിലുള്ള ഈ ലഞ്ച് നമുക്ക് കോംബോ ആയിട്ട് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അതിൻ്റെ കൂടെ ഒരു സാലഡും കൂടെ സെർവ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ റെസിപ്പി ഇട്ടായിരുന്നു, ഞാൻ ലിങ്ക് ഇവിടെ കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പൊട്ടറ്റോ മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. അതിലേക്ക് കടുക് പൊട്ടിക്കുക. ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ കടുക് ചേർത്ത് അത് പൊട്ടിക്കുക. ഒരു മീഡിയം സവാള ചെറുതായി അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു കറിവേപ്പില, കുറച്ച് അല്ലി കറിവേപ്പില ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 7-8 അല്ലി വെളുത്തുള്ളി, അത്രയാണ് ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായി വഴറ്റിയെടുക്കാം. ലെമൺ റൈസ് ഉണ്ടാക്കാനുള്ള റൈസ് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് തണുക്കാൻ വേണ്ടി. അപ്പോൾ ഞാനിവിടെ ബസ്മതി റൈസിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ പച്ചരിയോ പൊന്നിയരിയോ ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ അത് വെച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ സവാള നന്നായിട്ട്, ഉരുളക്കിഴങ്ങിലേക്ക് വേണ്ട സവാള മുരിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി അതും നന്നായി ഒന്ന് മൊരിയിച്ചതിന് ശേഷം നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കാം. ഞാനിവിടെ ഒരു 3 വലിയ സൈസ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് നന്നായി കഴുകി എന്നിട്ട് ഒരു നല്ല വെള്ളത്തിലിട്ടിട്ട് ആ കുറച്ച് വെള്ളത്തോടുകൂടി അങ്ങ് വാരിയിടാണ്. എക്സ്ട്രാ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇനി അത് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ വേവിക്കുകയാണ് ചെയ്യുക. അപ്പോഴാണ് ആ ഉരുളക്കിഴങ്ങിൻ്റെ പുറമേക്ക് നല്ല ഇങ്ങനെ മസാല പെരേണ്ട വിധത്തിൽ നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി റെഡിയാക്കി കിട്ടുക. വേറെ കൂടുതൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇതിങ്ങനെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ആദ്യത്തെ ഒരു 2-3 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് നന്നായി ചൂട് കയറി കഴിഞ്ഞാൽ നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഉരുളക്കിഴങ്ങ് മുഴുവനായിട്ടും അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് വെന്ത് കിട്ടും. നമുക്ക് നല്ല പരുവത്തിനായി കിട്ടും. ഇപ്പം ഏകദേശം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കലാണ് നമ്മുടെ പണി. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. പ്രത്യേകിച്ച് ഇരുമ്പുചട്ടി ആണെങ്കിൽ ഇടയ്ക്കിടെ ഇളക്കാൻ മറക്കരുത്. അപ്പോൾ ഒന്ന് വെന്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടി ഉണ്ടല്ലോ, അതൊന്ന് ചേർക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ വരെ ചേർക്കാം. ഒരുപാട് ആകേണ്ട, കയ്പ്പ് രുചിയായി പോവും. അപ്പോൾ കുറച്ച് കായം, ആ ഒരു ഫ്ലേവർ ഡിഫറൻസ് വരാൻ വേണ്ടിയിട്ടാണ് ഒരു ഇച്ചിരി കായം ഒന്ന് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് ഇത് തുറന്ന് വെച്ച്, നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് തുറന്ന് വെച്ചിട്ട് ഇളക്കി നന്നായി ഡ്രൈ ആക്കി എടുക്കാം. ഇത് കണ്ടില്ലേ, ഇപ്പം ആ ഒരു പെരണ്ട പരുവത്തിനായിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. സാധാരണ ചോറിൻ്റെ കൂടെ ആണെങ്കിലും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇനി നമുക്ക് ലെമൺ റൈസിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. കപ്പലണ്ടി എടുത്തിട്ടുണ്ട് 1 പിടിയിലധികം. പിന്നെ കടലപ്പരിപ്പ്, പിന്നെ ഉഴുന്ന്, ജീരകം, ചെറിയ ജീരകം, ഇത്രയും സാധനങ്ങളാണ് ആവശ്യം. അപ്പോൾ കപ്പലണ്ടിയുടെ അളവ് നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ. ഞാനിവിടെ ഇച്ചിരി അധികം എടുത്തിട്ടുണ്ട്. പച്ചക്കപ്പലണ്ടിയാണ്. റോസ്റ്റഡ് ആയാലും കുഴപ്പമില്ല. ഇനി ആ ചട്ടിയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കുക. 1 ടീസ്പൂൺ കടുക് ചേർത്താൽ മതിയാവും. അതിലേക്ക് ആ കടുക് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ജീരകം, ഉഴുന്ന്, കടലപ്പരിപ്പ്, അതുപോലെ കപ്പലണ്ടി, ഇതെല്ലാം ചേർക്കണം. അതിന് മുന്നേ 2 ഉണക്കമുളക് ചേർത്ത് കൊടുക്കുകയാണ്, വറ്റൽമുളക്. ഇനി ആദ്യം ജീരകം ചേർക്കുക. അതൊന്ന് പൊട്ടുമ്പോഴേക്കും ഉഴുന്ന് ആ ഓർഡറിൽ അങ്ങ് ചേർത്താൽ മതി കേട്ടോ. അതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉഴുന്നും ജീരകവും കടുകും എല്ലാം കൂടെ ഒന്നൊറ്റ ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കപ്പലണ്ടിയും അതുപോലെ കടലപ്പരിപ്പും കൂടെ ചേർക്കാം. ഇനി ആ കപ്പലണ്ടി പെട്ടെന്ന് റോസ്റ്റായി വരും. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. കപ്പലണ്ടിയുടെ തൊലിയൊക്കെ ഒന്ന് ഇങ്ങനെ പൊളിഞ്ഞു തുടങ്ങുന്ന ഒരു പരുവം, അതാണ് നല്ല റോസ്റ്റ് ആയിട്ടുണ്ടാവും. ആ സമയത്ത് ഇഞ്ചി, കുറച്ചധികം ഇഞ്ചി എടുത്തിട്ടുണ്ട്, അതൊന്ന് ചെറുതാക്കി അരിയുക. അതുപോലെ കറിവേപ്പില, അതുപോലെ തന്നെ പച്ചമുളക്, അതെല്ലാം പൊടിയാക്കി അരിഞ്ഞെടുത്തിട്ടുള്ളത് ഒന്നങ്ങോട്ട് ചേർത്ത് നന്നായി വഴറ്റുക. നല്ല മണമായിരിക്കും കേട്ടോ ഈ സമയത്തൊക്കെ. പ്രത്യേകിച്ച് നമ്മൾ നല്ലെണ്ണയിലല്ലേ വഴറ്റുന്നത്. നല്ലെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് വെളിച്ചെണ്ണയാണെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ ലെമൺ റൈസിനും തമിഴ്നാട് റെസിപ്പിയല്ലേ, അപ്പോൾ അതിനൊക്കെ നല്ല ഫ്ലേവർ കിട്ടാൻ നല്ലെണ്ണ ചേർത്താൽ തന്നെ ആയിരിക്കും. ഇഞ്ചിയൊക്കെ ഒന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോറിലേക്ക് നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മസാലയ്ക്ക് ഉപ്പ് കിട്ടാൻ വേണ്ടി മാത്രം കുറച്ച് ഉപ്പ് ചേർക്കുക. ഈ കപ്പലണ്ടിയിലേക്കും ഒക്കെ വേണ്ടിയിട്ട് ചോറിലേക്ക് നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. അതും കൂടെ ചേർത്ത് നന്നായി ആ പച്ചമണം ഒന്ന് മാറുന്ന വരെ
വഴറ്റിയെടുക്കാം നമുക്ക്. അപ്പോൾ 1/2 ടീസ്പൂൺ ഞാനൊരു 1/4 ടീസ്പൂൺ കൂടെ എക്സ്ട്രാ ചേർത്തിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് ലെമൺ റൈസ് അല്ലേ, കുറച്ചൊരു മഞ്ഞ കളർ ഇരുന്നോട്ടെ എന്ന് കരുതിയിട്ട്. എന്നിട്ട് നന്നായി വഴറ്റിയെടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല, കുത്തൊന്നും ഉണ്ടാവില്ല മഞ്ഞൾപ്പൊടിയുടെ. ഇനി ഒരു 1/4 ടീസ്പൂണിനും 1/2 ടീസ്പൂണിനും ഇടയ്ക്ക് തന്നെ കായം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു, കായത്തിൻ്റെ പൊടി. ഒരു 2.5 കപ്പ് ബസ്മതി റൈസ് വേവിച്ച് നന്നായി തണുത്തതാണ്. തണുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തമ്മിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നന്നായി തണുത്തതിന് ശേഷം ഉപയോഗിക്കാമെന്ന് പറയണത്. ചൂടോടെ ഇങ്ങോട്ട് ഇടുമ്പോൾ എല്ലാം കൂടെ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം നന്നായി തണുത്തിട്ടുള്ള റൈസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുക്ക് ചെയ്തിട്ട് തലേന്ന് കുക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിലോ ഒക്കെ വെച്ചിട്ടുള്ള റൈസ് ആയാലും നല്ലതായിരിക്കും കേട്ടോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കൊരു 2.5 കപ്പോളം റൈസ് ഇതിലേക്ക് ഇട്ട് പതുക്കെ മിക്സ് ചെയ്തെടുക്കാം. ആദ്യം കുറച്ച് റൈസ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ അടിയിൽ കിടക്കുന്ന നമ്മുടെ മസാലയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കരിയോ അടിയിൽ തന്നെ കിടന്നിട്ട്. അപ്പോൾ കുറച്ച് റൈസ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളതും കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ഇളക്കുമ്പോഴേക്കും ചിലപ്പോൾ ഇച്ചിരി മഞ്ഞ കളർ കുറവായിട്ട് തോന്നും, കുഴപ്പമില്ല, അതൊന്നും എല്ലാം കൂടെ മിക്സായി വരുമ്പോൾ കറക്റ്റ് കളർ വന്നോളൂ കേട്ടോ. കണ്ടോ, ഇപ്പോൾ ഈ ഉള്ള കളറായിരിക്കില്ല, ഒരു 2-3 മിനിറ്റ് നമ്മളൊന്ന് വഴറ്റി കഴിയുമ്പോൾ കറക്റ്റ് യെല്ലോ കളർ എല്ലായിടത്തും ആയിട്ട് വന്നോളൂ. പെട്ടെന്ന് കഴിയുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. ഇപ്പോൾ വെജിറ്റേറിയൻ ആണെങ്കിൽ കൂടെ നല്ലൊരു ഡിഫറെൻറ്റ് ടേസ്റ്റിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മീൽ തന്നെയാണ്. കണ്ടില്ലേ, ഇപ്പോൾ ഏകദേശം യെല്ലോ കളറൊക്കെ കറക്റ്റായി വന്നിട്ടുണ്ട്. ഇപ്പോഴൊക്കെ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാനും ഒക്കെ ചാൻസ് ഉണ്ട്. ഒരു 2-3-4 മിനിറ്റ് മതി. ഇനി ഇതിലേക്ക് നാരങ്ങ നീരാണ് ചേർക്കേണ്ടത്. അപ്പം നിങ്ങളുടെ പുളിക്കനുസരിച്ചിട്ട് നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം ഒരു 2 ടേബിൾ സ്പൂൺ 3 ടേബിൾ സ്പൂൺ ആദ്യം ചേർത്തിട്ട് ഒന്ന് നോക്കുന്നുണ്ട്. എന്നിട്ട് പുളി അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ ഞാൻ എടുത്തു വെച്ചിരുന്ന ഫുള്ള് എടുത്തു കേട്ടോ. ഒരു 1.5 നാരങ്ങ ഉണ്ടായിരുന്നു വലുത്, അത് മുഴുവൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നാരങ്ങ നീര് പുളി അനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് മല്ലിയില ചെറുതായി അരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് കേട്ടോ. ആ പുളി നോക്കിയപ്പോൾ ഇച്ചിരി കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ബാക്കിയുള്ള 1.5 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുത്തു. മൊത്തത്തിൽ ഞാൻ 4 ടേബിൾ സ്പൂണ്, അപ്പോൾ ഞാൻ മൊത്തത്തിൽ 4 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ നാരങ്ങ നീര്. അത്യാവശ്യം റൈസ് ക്വാണ്ടിറ്റി ഉണ്ടല്ലോ നമ്മളുടെ. ഇപ്പം ലെമൺ റൈസ് എന്ന് പറയുമ്പോൾ ചെറിയൊരു പുളിപ്പ് വേണം അതിന്. അപ്പോൾ നമ്മുടെ റൈസ് റെഡിയായി. അങ്ങനെ ഇത്രയും പണിയുള്ളൂ, കണ്ടില്ലേ. അപ്പോൾ അത് ഒന്നില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലാക്കിയിട്ട് ഇങ്ങനെ സെർവ് ചെയ്യാം, തിരിച്ചൊരു നമ്മൾ ഫുഡ് കഴിക്കുന്ന പാത്രത്തിലേക്ക് അങ്ങനെ സെർവ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ പോലെ എടുത്താലും മതി കേട്ടോ. ഞാനൊന്നിങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ഒരു കോംബോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ കൂടെ ഒരു റൈത്തയോ പപ്പടമോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ലക്ഷറി ആണ് കേട്ടോ. അത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അതുപോലെ ഈ കടലയും കപ്പലണ്ടിയും എല്ലാം ഇങ്ങനെ ഇടയിൽ കടിക്കാൻ കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ കണ്ടില്ലേ, നല്ല ഷേപ്പിൽ വന്നിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി എടുക്കുക. പിന്നെ നമ്മുടെ സാലഡൊന്നും ഇല്ല, നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന റൈത്ത തന്നെയാണ്. അതിലേക്ക് തക്കാളിക്ക് പകരം ഞാൻ പോംഗ്രാനൈറ്റ് ആണ് ചേർത്തിരിക്കുന്നത്, മാതള നാരങ്ങ അതാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ മുന്തിരി ചേർത്തിട്ടും ഒക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.